നമസ്കാരം. ആത്മീയ കഥകളുടെ പുതിയ ഒരു ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഈ ലോകത്തിലെ സാഹചര്യങ്ങളെ അത്ര എളുപ്പമൊന്നും മാറ്റാൻ സാധിക്കില്ല. ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദുഃഖവും സുഖവും ഇടയ്ക്കൊക്കെ കുറച്ച് സന്തോഷവും ഈ ചുറ്റുപാടുകളിൽ നിന്നും നാം നേരിടുന്ന സമ്മർദ്ദങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെയായിട്ടാണ് ഈ ലോകം നമ്മുടെ മുമ്പിലുള്ളത്. അതിനെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് മാറാം എന്ന് വിചാരിച്ചാൽ അതൊരു കാലത്തും സാധിക്കില്ല. പരിസരങ്ങൾ, പരിസ്ഥിതിയെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഏറ്റവും എളുപ്പമായത് മനസ്ഥിതിയെ മാറ്റുക എന്നതാണ്. നമുക്ക് മാറാൻ എളുപ്പമാണ്. ഒന്ന് കഠിനമായി പരിശീലിച്ചാൽ നമുക്ക് മാറാൻ എളുപ്പമാണ്. ചുറ്റുപാടുകൾ മാറാൻ വളരെ പ്രയാസവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ചിന്തകളിൽ ഏറ്റവും പ്രാധാന്യമുണ്ടാവേണ്ടത് മറ്റുള്ളവർ ചെയ്തതിനു ശേഷം ഞാൻ ചെയ്യാം എന്നതിനപ്പുറത്ത് എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടാൽ ഈ പ്രപഞ്ചം നിരവധി അനുഭവങ്ങളുമായി നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധ്യതയുള്ള നിരവധി അനുഭവങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. വീട്ടിലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും സങ്കടങ്ങളുമൊക്കെയാണ് അയാളെ പട്ടാളത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ പട്ടാളത്തിൽ ചേർന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കാലിനൊരു വലിയ അപകടം പറ്റി. അയാൾ ആ ജോലിക്ക് യോഗ്യനല്ല എന്ന് കരുതി പുറത്താക്കുകയാണ്. വഴിമുട്ടിപ്പോയി. ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യാതൊരു പ്രതീക്ഷകളുമില്ല. ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു തൊഴിൽ നഷ്ടപ്പെട്ടു. വീട്ടിൽ അങ്ങേയറ്റം ദാരിദ്ര്യമാണ്. വിജനതയിലേക്ക് ഇറങ്ങി നടക്കുകയാണ് അയാൾ. എന്തു ചെയ്യും? ആരോട് ചോദിക്കും? എവിടെ പോകും? അങ്ങനെ നടന്നു വരുമ്പോൾ, അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലാതെ നടന്നു വരുമ്പോഴാണ് യാദൃച്ഛികമായി അയാൾ തൻ്റെ മുന്നിൽ ഒരു പൂർണ്ണമായും ഇലകൾ മുഴുവൻ പൊഴിച്ച് പുതിയ ഇലയുടെ നാമ്പുകൾ മൊട്ടിട്ട് തുടങ്ങുന്ന ഒരു വൃക്ഷം കണ്ടത്. അത് ഒരു താപസനെ പോലെ അയാൾക്ക് തോന്നി. ഇലകൾ മുഴുവൻ പൊഴിഞ്ഞു പോയിരിക്കുന്നു. ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് ഉണങ്ങി വീണുപോയ ഇലകളാണ്. പക്ഷേ ഒരു ചെറിയ പ്രതീക്ഷയുടെ നാമ്പെന്ന വണ്ണം ഒരു കുഞ്ഞ് തളിരില അതിൽ മൊട്ടിടാൻ തുടങ്ങിയിരിക്കുന്നു. ആ വൃക്ഷത്തിലേക്ക് നോക്കി അയാൾ കുറേ നേരം നിന്നു. തൻ്റെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചമുണ്ടാകുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. നമ്മൾ കേട്ടിട്ടില്ലേ, ചില മുറിവുകളിലൂടെയാണ് ജീവിതത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചെറിയ ചില പോറലുകളിലൂടെ ആയിരിക്കാം, ദുഃഖങ്ങളിലൂടെ ആയിരിക്കാം, മുറിവുകളിലൂടെ ആയിരിക്കാം നമുക്ക് പരിവർത്തനത്തിനുള്ള വലിയ സാധ്യത നമ്മിലേക്ക് വന്നു ചേരുന്നത്. അത് രോഗമാകാം, ജീവിതം തരുന്ന ചില തിരിച്ചടികളാകാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഒരിക്കൽ തൻ്റെ ഒരു മുക്തകത്തിൽ ഒരാശയം സൂചിപ്പിക്കുന്നുണ്ട്. ഹേ രോഗ നനു യൂയമേവ സുഹൃദ. അല്ലയോ രോഗങ്ങളെ, നിങ്ങളെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. നോക്കൂ, തനിക്കേറ്റ വാതരോഗം മൂർച്ഛിച്ച് നടക്കാനാവാതെ ശരീരം മുഴുവൻ തളർന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 100 ദശകങ്ങളിൽ ഭഗവാന്റെ കഥകൾ എഴുതി ശ്രീ ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നത്. ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറയുകയാണ്, നിങ്ങളെ എൻ്റെ സുഹൃത്തുക്കളാണ് രോഗങ്ങളെ. ഒരുപക്ഷെ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൗതികമായ സന്തോഷത്തിലൊക്കെ ആനന്ദിച്ചങ്ങ് ജീവിച്ചു പോയേനെ. ഭഗവാനെ ഓർക്കാൻ എനിക്ക് സാധ്യത തന്നത് രോഗങ്ങളെ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. നാം പലപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത്, ആരോഗ്യം വേണമെന്ന് ആലോചിച്ചു തുടങ്ങുന്നത് ചെറിയൊരു രോഗം വരുമ്പോഴായിരിക്കാം. അതുകൊണ്ട് രോഗവും ഒരു സാധ്യതയായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മുടെ കഥയിലെ നായകൻ ആകുലനായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ചെറിയൊരു പുൽനാമ്പ് പോലെ കിളിച്ചു വന്ന ആ വൃക്ഷത്തിൻ്റെ ഒരു ചെറിയ തളിരില
അയാൾക്ക് പ്രതീക്ഷയുടെ ഉദയസൂര്യനായി അയാളുടെ മുന്നിൽ വന്നു വീണത്. പിന്നീട് അയാളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനമായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ധ്യാനത്തിൻ്റെ മനസ്സോടുകൂടി നിരാശയുടെ പടുകുഴിയിൽ നിന്നും അയാൾ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഈ വൃക്ഷത്തിന്, ഇലപൊഴിഞ്ഞ ഈ വൃക്ഷത്തിന് ഇനിയും തളിരിലകൾ വന്ന് ഇനിയും ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ സാധ്യത പ്രപഞ്ചം കൊടുത്തിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ചെടുക്കുന്നതിനുള്ള വലിയൊരു മാജിക്ക് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി തൻ്റെ മുന്നിൽ ഈ വൃക്ഷമായി വന്നു നിൽക്കുന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുകയായിരുന്നു. ശ്രീബുദ്ധനുണ്ടായിരുന്ന ബോധോദയം പോലെ ഒരു ബോധോദയത്തിൻ്റെ അവസ്ഥയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അയാൾ ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുകയായിരുന്നു. പതുക്കെ പ്രതീക്ഷയോടുകൂടി ബോധോദയത്തിൽ എന്നതുപോലെ എനിക്കിനിയും ജീവിതമുണ്ട്, എനിക്കിനിയും പ്രതീക്ഷകളുണ്ട്. അയാൾ മുന്നോട്ട് നടന്നു. കുറച്ച് നടന്നപ്പോൾ കണ്ടത് ഒരു ദേവാലയത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സന്യാസാശ്രമമായിരുന്നു. അവിടേക്ക് അയാൾ ചെന്നു. അയാൾ അവിടുത്തെ ജോലിക്കാരനായി. അയാൾ അവിടുത്തെ കുശിനിപ്പണിയാണ് ഏറ്റെടുത്തത്. പക്ഷേ ഓരോ കർമ്മവും ആനന്ദത്തോടെ, ആദരവോടെ അയാൾ ചെയ്യാൻ ആരംഭിച്ചു. മുറ്റമടിക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, ഓരോ ജോലി ചെയ്യുമ്പോഴും താൻ ചെയ്യുന്നത് തിരിച്ചു കിട്ടിയ ജീവിതത്തിൻ്റെ പ്രതീക്ഷയിൽ താൻ ചെയ്യുന്നതൊരു വലിയ കർമ്മമാണ് എന്ന ഭാവത്തോടുകൂടി അയാൾ ചെയ്യാൻ ആരംഭിച്ചു. അയാൾ പിൽക്കാലത്ത് ബ്രദർ ലോറൻസ് എന്ന പേരിൽ പ്രസിദ്ധനായി. അദ്ദേഹം എഴുതിയ, ഹൃദയത്തോട് ചേർത്ത് വെച്ച് എഴുതിയ പുസ്തകം മലയാളത്തിൽ കൂടി പ്രകാശിതമായിട്ടുണ്ട്. സർവദാ സർവേശ്വര സന്നിധിയിൽ. എപ്പോഴും ഈശ്വരനോടൊപ്പമാണ് അയാൾ ജീവിച്ചത്. കാരണം ജീവിതത്തിലേക്ക് പുതിയ നാമ്പുകൾ ഇട്ടു തന്നുകൊണ്ട്, പ്രതീക്ഷയുടെ നാമ്പുകൾ ഇട്ടു തന്നുകൊണ്ട് പ്രകൃതി വലിയൊരു സാധ്യതയൊരുക്കി. പ്രകൃതി തരുന്ന ഇത്തരം ചില തിരിച്ചറിവുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴിത്താരകൾ സൃഷ്ടിക്കും. നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ഒരു ആനന്ദമുണ്ടെങ്കിൽ ആ കർമ്മം മനോഹരമായിത്തീരും. ഏത് കർമ്മം ചെയ്യുന്നു എന്നതിനേക്കാൾ ആ കർമ്മത്തിൻ്റെ പിന്നിലെ മനോഭാവമാണ് ആ കർമ്മത്തെ മഹത്തരമാക്കുന്നത്. ഒരു കെട്ടിടം നിർമ്മിക്കുന്ന ഒരാൾക്ക് ഒരു കെട്ടിടമുണ്ടാക്കുന്നു എന്നതിനപ്പുറത്ത് അത് ആർക്കൊക്കെയോ ആനന്ദം നൽകാനുള്ള, ഒരു കുടുംബം നിർമ്മിക്കാനുള്ള, ഓരോ ഇഷ്ടികകളും എടുത്തു വയ്ക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കുടുംബം നിർമ്മിക്കാനുള്ള ഒരു പ്രക്രിയയിലാണ് താൻ ഏർപ്പെടുന്നത് എന്ന ഭാവമുണ്ടെങ്കിൽ, ഒരധ്യാപകന് തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ തനിക്ക് ശമ്പളം കിട്ടുമെന്നതിനപ്പുറത്ത് താൻ നിരവധി മനസ്സുകളിലേക്കാണ് ചിന്തയെ ഇട്ടുകൊടുക്കുന്നത്. അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ വീട്ടിലെ മനുഷ്യർക്ക് നല്ല ചിന്തയുണ്ടാകാൻ, അവർ ലോകത്തിൽ പോയി നന്നായി ഇടപെടാനുള്ള അന്നമാണ് ഞാൻ പാചകം ചെയ്യുന്നത് എന്ന മനോഭാവത്തോടുകൂടി കർമ്മം ചെയ്താൽ കർമ്മത്തിലെ ആനന്ദമാണ് കർമ്മത്തെ മഹത്തരമാക്കുന്നത്. ഏത് കർമ്മവും ആ ആനന്ദത്തോടു കൂടി ചെയ്താൽ അതിന് വലിയ സാധ്യതയുണ്ട്. ബ്രദർ ലോറൻസിനുണ്ടായ തിരിച്ചറിവ് ഈ പ്രപഞ്ചം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ആവശ്യമുള്ള സമയത്ത് ഒരുക്കി വച്ചിരിക്കുന്ന ചില തിരിച്ചറിവുകളായിരിക്കും. അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രകൃതിയുണ്ട് എന്നും ആത്മവിശ്വാസം തരാൻ എന്ന ബോധ്യത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. നമസ്കാരം.